വീണ്ടും ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. യൂണിയൻ ബാങ്കിൻ്റെ ATMൽ ATM കാർഡ് ഉപയോഗിക്കുമ്പോൾ സ്ക്രീനിൽ ഇംഗ്ലീഷിൽ വരുന്ന ഓപ്ഷനുകളെ അവയ്ക്ക് നേരെ സൈഡിലായി വരുന്ന ബട്ടണുകളിൽ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം, എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളെ ടച്ച് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന വീഡിയോയും അതേപോലെ മലയാളത്തിൽ വരുന്ന ഓപ്ഷനുകളെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന വീഡിയോയും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല യൂണിയൻ ബാങ്കിൻ്റെ ATMൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇവയിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. യൂസ്ഫുള്ളായ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിനായിട്ട് നമുക്ക് നേരെ യൂണിയൻ ബാങ്കിൻ്റെ ATMലേക്ക് പോകാം. ഇപ്പം ഞാൻ യൂണിയൻ ബാങ്കിൻ്റെ ഒരു ATMൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ആദ്യം നമ്മളുടെ ATM കാർഡ് ഈ മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അതിനായി നമ്മുടെ ATM കാർഡ് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട്, അതായത് ആ പിത്തള പോലത്തെ ആ സ്ക്വയറിലുള്ള ഭാഗം കാണുന്നില്ലേ, അത് മുന്നിൽ വരത്തക്കവണ്ണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് മെഷീനിലേക്ക് ഇതുപോലെ ഇൻസർട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തും കൊടുക്കുക. ഇനി ട്രാൻസാക്ഷൻ പൂർത്തിയായതിനു ശേഷം മാത്രമേ നമ്മൾ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ. കാരണം അതുവരെ കാർഡ് മെഷീനിൽ ലോക്കായിരിക്കും. കാർഡ് എപ്പോഴാണ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്തതും തന്നെ ഇവിടെ സ്ക്രീനിൽ ഭാഷകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. യൂണിയൻ ബാങ്കിന്റെ ഈ ATMൽ ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളെ ഉള്ളൂ. എന്നാൽ മലയാളം ഓപ്ഷൻ കൂടിയുള്ള യൂണിയൻ ബാങ്കിന്റെ ATMകളും ഉണ്ട്. അപ്പോൾ മലയാളം ഓപ്ഷനെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന വീഡിയോയും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും ഈ വീഡിയോയുടെ അവസാനം വരുന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് 4 വെള്ള കളറിലുള്ള ബട്ടണുകൾ കാണുന്നുണ്ടല്ലോ. അവയിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓപ്ഷനുകളെ സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ 2 ഓപ്ഷനുകൾക്ക് നേരെ സൈഡിൽ കൃത്യമായിട്ടല്ല ആ ബട്ടണുകൾ നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഏത് ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഒക്കെ ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യണമെങ്കിൽ ആ 4 ബട്ടണുകളിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാനായിട്ട് ആ ഇംഗ്ലീഷിന് നേരെ സൈഡിൽ വരുന്ന ആ 1ാമത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രസ് ചെയ്തപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ 7 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ 2ാമതായി കാണുന്ന വിഡ്രോവൽ എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വിഡ്രോവൽ സെലക്ട് ചെയ്യാനായിട്ട് ആ 4 ബട്ടണുകളിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള 2ാമത്തെ ബട്ടണാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അതിൽ പ്രസ് ചെയ്തപ്പോൾ ഫ്രം കറണ്ട്, ഫ്രം സേവിങ്സ് തുടങ്ങിയ 2 ഓപ്ഷനുകൾ ഇപ്പോൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക പേരും തുടങ്ങുന്ന അക്കൗണ്ടിന്റെ പേര് സേവിങ്സ് അക്കൗണ്ട് ആണ്. അപ്പോൾ സേവിങ്സ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ ചിലരൊക്കെ കറണ്ട് അക്കൗണ്ട് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ബാങ്കിൽ ചോദിച്ചു വാങ്ങാറുണ്ട്. അവർക്കത് കറണ്ട് അക്കൗണ്ട് ആണെന്ന് അറിയാം. അപ്പോൾ അവർ മാത്രം കറണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ കറണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ സൈഡിലുള്ള ആ 4 ബട്ടണുകളിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള 2ാമത്തെ ബട്ടണാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ സേവിങ്സ് അക്കൗണ്ട് ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള 3ാമത്തെ ബട്ടണും സെലക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ട് ആണ്. അതുകൊണ്ട് ഞാൻ താഴേക്കുള്ള 3ാമത്തെ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ക്യാഷ് എത്ര രൂപയാണ് വേണ്ടതെന്ന് മെഷീനിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഒരു തവണ നമ്മൾ ATM കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്ത് ക്യാഷ് എടുക്കുന്ന സമയത്ത് മിനിമം 100 രൂപയും മാക്സിമം 20,000 രൂപയും വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചില ബാങ്കുകൾ അവർക്ക് കീഴിൽ വരുന്ന ATMകളിൽ 100ന്റെയും 200ന്റെയും കറൻസികൾ ലോഡ് ചെയ്യാറില്ല. 500ന്റെ മാത്രമേ ലോഡ് ചെയ്യാറുള്ളൂ. അത്തരം ATMകളിൽ നമുക്ക് മിനിമം 100 അല്ല 500 ആണ് എടുക്കാൻ സാധിക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഒരു 10,000 രൂപയാണ് വിഡ്രോ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് മെഷീനിന്റെ കീപാഡിൽ ഞാൻ 10,000 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇതാണ് മെഷീനിന്റെ കീപാഡ്. ഇതിൽ എല്ലാ നമ്പറുകളും ഉണ്ട്. അപ്പൊ ഇതിലാണ് നമ്മുടെ ATM കാർഡിന്റെ പിന്ന്, ക്യാഷ് പോലുള്ളവയൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 10,000 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ സ്ക്രീനിൽ കറക്റ്റ്, ഇൻകറക്റ്റ് തുടങ്ങിയ 2 ഓപ്ഷനുകളുണ്ട്. അതിൽ കറക്റ്റ് എന്ന ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. ഇൻകറക്റ്റ് എന്ന ഓപ്ഷൻ എന്തിനാണ്, അത് എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ മറ്റ് വീഡിയോകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ കറക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ആ 4 ബട്ടണുകളിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള 2ാമത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു.
ഇപ്പോൾ സ്ക്രീനിൽ ഈ ട്രാൻസാക്ഷന് നിങ്ങൾക്ക് റെസിപ്റ്റ് ലഭിക്കില്ല. അപ്പോൾ റെസിപ്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ ട്രാൻസാക്ഷൻ വേണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ യെസ് നോ തുടങ്ങിയ 2 ഓപ്ഷനുകളുണ്ട്. യെസ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിപ്റ്റ് ലഭിക്കാതെ നമുക്ക് ആ ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ നോയിലാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ ഈ ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ആവും, നമുക്ക് മെഷീനിൽ നിന്ന് ക്യാഷ് ലഭിക്കുകയുമില്ല. അപ്പോൾ എനിക്ക് റെസിപ്റ്റിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് യെസ് എന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ആ ക്യാഷ് വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ ഈ യെസ് നോ തുടങ്ങിയ ഓപ്ഷനുകൾ ഏറ്റവും താഴെയാണ് കാണുന്നതല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 4 ബട്ടണുകളിൽ ഏറ്റവും താഴെയുള്ള 2 ബട്ടണുകളാണ് നമ്മൾ അവ സെലക്ട് ചെയ്യാനായിട്ട് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ യെസ് സെലക്ട് ചെയ്യാനായി താഴേക്കുള്ള 3ാമത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ നമ്മുടെ ATM കാർഡിന്റെ ആ 4 അക്ക പിന്ന്, അഥവാ നമ്മളെല്ലാവരും പിൻ നമ്പർ എന്ന് പറയില്ലേ, ആ ഉച്ചാരണം തെറ്റാണ്, പിന്നെന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ 4 അക്ക പിന്ന് ടൈപ്പ് ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ കീപാഡിൽ എൻ്റെ ATM കാർഡിന്റെ ആ 4 അക്ക പിന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, ആഫ്റ്റർ പിൻ പ്രസ് ഹിയർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ലേ. അപ്പോൾ നമ്മൾ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യണം എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ATM കാർഡിന്റെ പിന്നിന്റെ 4 അക്കങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതും തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത സ്ക്രീൻ വരുന്നതാണ്. അതായത് ഈ ആഫ്റ്റർ പിൻ പ്രസ് ഹിയർ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. ഇപ്പം ഞാൻ പിന്ന് ടൈപ്പ് ചെയ്യുന്നു. കണ്ടില്ലേ, ഞാൻ ആ പിന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാതെ തന്നെ അടുത്ത സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്നും ചെയ്യാനില്ല. മെഷീൻ ക്യാഷ് കൗണ്ട് ചെയ്ത ശേഷം മെഷീനിന്റെ ക്യാഷ് സ്ലോട്ട് ഇവിടെയാണ് വരുന്നത്. ഇതിലൂടെ ആ ക്യാഷ് ഇതുപോലെ പുറത്തേക്ക് വരുന്നതാണ്. അത് നമുക്ക് ഇതുപോലെ സ്വീകരിക്കാവുന്നതാണ്. ഇപ്പൊ സ്ക്രീനിൽ യുവർ ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റ് എന്ന് വന്നിട്ടുണ്ടല്ലോ. ഇനി എനിക്ക് എൻ്റെ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഈ രീതിയിലാണ് യൂണിയൻ ബാങ്കിന്റെ ATMൽ ഓപ്ഷനുകളെ സെലക്ട് ചെയ്യാനായിട്ട് ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.